ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഹൽവ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ടാണ്. സാധാരണ നമ്മൾ കറുത്ത പഴമൊക്കെ ആണെങ്കിൽ കഴിക്കാറില്ല. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ കറുത്ത പഴം കഴിക്കാന്ന് പറയുന്നത്. പക്ഷെ നല്ല മധുരമായിരിക്കും ഇതിന്. അപ്പൊ ഇതുപോലുള്ള കറുത്ത പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആദ്യം ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കണം. ഇപ്പൊ പഴം ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം അടിച്ചെടുക്കുമ്പോൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര 1 കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കര പൊടിയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അപ്പൊ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഹൽവ സെറ്റ് ആക്കാനുള്ള ഒരു പാനും കൂടി തയ്യാറാക്കി വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൽവ തയ്യാറാക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോ പഴത്തിന്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ശർക്കരപ്പാനിയുടെ അളവ് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് മധുരം തന്നെയാണ് നമുക്ക് കിട്ടിയത്. 2 തവണയായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു തവണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നുകൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയും പഴമൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. സാധാരണ ചില ഹൽവ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. പക്ഷെ ഈ ഒരു ഹൽവ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട, ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. ഹൽവ തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക് പാനിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോ നോൺ സ്റ്റിക് പാൻ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നെയ്യുടെ അളവ് ഇത്തിരി കൂട്ടേണ്ടി വരും. ഇതിലിപ്പോ ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആകെ 3 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹൽവ തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. എനിക്ക് ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് വെറും 30 മിനിറ്റ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഹൽവ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഇടണമെന്ന് നിർബന്ധമില്ല, അതൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ പാനിൽ നിന്നൊക്കെ നല്ല പോലെ തന്നെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ടോട്ടലി 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഹൽവ തയ്യാറാക്കി കഴിയുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്രയും മതിയിട്ട പാനിൽ നിന്നൊക്കെ നല്ല പോലെ തന്നെ വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും ഇത് സെറ്റായി വരും, ചൂടൊക്കെ പോയിട്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഹൽവ ചൂടൊക്കെ പോയിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇത്ര ഉള്ളോട്ടെ, വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട്. അപ്പൊ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒരു ഹൽവ ഒക്കെ തയ്യാറാക്കി നോക്കണം. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഹൽവയും കൂടിയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവ കൊണ്ടാണ് ഞാൻ ഈ ഹൽവ തയ്യാറാക്കിയിട്ടുള്ളത്. പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെ ആയിരിക്കും. പിന്നെ കറുത്ത പഴം തന്നെ വേണമെന്നില്ല കേട്ടാ, നല്ല പഴുത്ത പഴമായാലും മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഹൽവ റെസിപ്പിയാണ് ഇട്ടത്. ഈ പഴം കൊണ്ടുള്ള ഹൽവ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്